ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനൊരു യാത്ര പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അമ്മ എന്റെ കൂടെ വരുന്നില്ല. പറഞ്ഞിട്ടോ അമ്മ? അമ്മ വരുന്നില്ല. ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടൂർക്ക് പോകാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കാവ്യയുടെ ഒക്കെ അടുത്തേക്ക് ഒന്ന് പോകാനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അവിടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. ആ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ പോകുന്നത്. കാരണം കാവ്യയുടെയൊക്കെ ഒരു പ്രോഗ്രാം അടുത്ത ദിവസമുണ്ട്. നമ്മൾ ശനിയാഴ്ച അല്ലേ? ശനിയാഴ്ച വൈകുന്നേരം ഉണ്ട്. അപ്പൊ അതിന്റെ വേണ്ടിയിട്ട് കുറെ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ചെന്നിട്ട് കുറെ കാര്യങ്ങൾ കാണിക്കാനുണ്ട് കേട്ടോ. അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇന്ന് അവരുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവര് കോസ്റ്റ്യൂംസും ഓർണമെന്റ്സ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളെ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. ഒരു പ്രോഗ്രാം നടക്കുന്നതിന് പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എങ്ങനെയൊക്കെയാണ്. പിന്നെ അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അധികം. അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ കാവ്യ ഡാൻസ് സ്കൂളിലാണ്. ചങ്കരൻ എൻ്റെ കയ്യിൽ ക്യാമറ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ചമ്മൽ. ചങ്കരനാണേലും തമ്പു ആണേലും രണ്ടുപേരും ക്യാമറയിൽ നിൽക്കത്തേ ഇല്ല. അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല ക്യാമറയിൽ വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ചമ്മി മാറി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഡാൻസ് സ്കൂളിൻ്റെ ഫ്രണ്ട്. ഈ കാണുന്ന റിസപ്ഷനാണ്. അപ്പോൾ ഇവിടെ ഡാൻസ് മാത്രമല്ല കേട്ടോ, ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡാൻസ് ക്ലാസ് മാത്രം നടക്കുന്നത് ഇതിൻ്റെ അകത്താണ് കേട്ടോ. ഈ ഒരു ഹാളിലാണ് നടക്കുന്നത്. അപ്പോൾ ചങ്കരൻ എന്നെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ക്യാമറ ഉള്ളതുകൊണ്ട് ചങ്കരൻ പമ്മി മാറി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ ഡാൻസ് അടുത്ത ദിവസത്തെ സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ തമ്പുവും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓടി വന്നേക്കണ തമ്പുവാണ് കേട്ടോ. അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ എന്നെ കാണിച്ചു തരാനൊക്കെ ആയിട്ട് ഓടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡാൻസ് സ്കൂളിൻ്റെ പ്രോഗ്രാമിന് തൊട്ട് മുമ്പുള്ള ഏറ്റവും വലിയ ചില ജോലികൾ തന്നെയാണ്. മിക്കവാറും പ്രോഗ്രാംസിൻ്റെ ഡ്രസ്സുകളൊക്കെ തന്നെ റെൻറ്റഡ് ഡ്രസ്സുകളൊക്കെ ആയിരിക്കും ഷോസിനൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം ഓരോ ഷോയ്ക്കും അതിൻ്റെ പകിട്ട് കൂട്ടാൻ വേണ്ടി പല ടൈപ്പ് ഡ്രസ്സുകളൊക്കെ വേണമെങ്കിൽ നമ്മൾ റെൻറ്റഡ് ആയിട്ടായിരിക്കും കൂടുതലും എടുക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ ഡ്രസ്സുകളൊക്കെ തന്നെ ഒരു കറക്റ്റ് ബോഡി ഫിറ്റ് സൈസൊന്നും ആയിരിക്കത്തില്ല. റെൻറ്റഡ് ഷോപ്പിലെ ഡ്രസ്സുകളൊക്കെ തന്നെ കുറച്ച് ഓവർ സൈസിലായിരിക്കും അവർ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സുകളെല്ലാം അതാത് പ്രോഗ്രാമിൻ്റെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് അതിനെയൊക്കെ ഷേപ്പ് ചെയ്ത് ബോഡി ഫിറ്റാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ ഇങ്ങനെ കുട്ടികളെ ഡ്രസ്സ് ഇട്ട് നോക്കുന്നു. അപ്പോൾ തന്നെ ഈ ഇട്ട് നോക്കുന്ന ഡ്രസ്സുകൾ നമ്മളുടെ ഇവിടുത്തെ തന്നെ കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളുകൾ അവരുടെ സ്റ്റിച്ചിങ് യൂണിറ്റുകളൊക്കെ വെച്ചിട്ട് ഓൺ ദ സ്പോട്ടിൽ കുട്ടികൾ ഇട്ട് നിൽക്കുന്നു. അത് അപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് മാറ്റുകയാണ്. അല്ലെങ്കിൽ പിന്നെ അതൊക്കെ വലിയൊരു പണിയും ചടങ്ങും ഒക്കെ ആയി മാറും. നമ്മളിങ്ങനെ നമ്പറൊക്കെ ഇടിച്ച് വേറെ എവിടെയൊക്കെ കൊടുത്ത് ചെയ്താൽ അതൊരു ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് നേരെ ഈ ഡാൻസ് സ്കൂളിൻ്റെ അടുത്ത റൂമിലേക്ക് പോയാൽ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു റൂമിൽ തന്നെ സ്റ്റുഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവർക്ക് വേറെ സ്റ്റുഡിയോ ആയിട്ട് തന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ കാര്യം പറഞ്ഞ് ഉണ്ട്. പക്ഷേങ്കിൽ ഇത് പ്രോഗ്രാമിന് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിറ്റ് എല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ട് റെഡിയാക്കുന്നതാണ്. ഈ കുട്ടികളുടെ ഓരോരുത്തരെയും സ്റ്റേജ് പ്രോഗ്രാം നടക്കുമ്പോൾ തന്നെ LED വാളിൽ ഇടേണ്ട വിഷ്വൽസ്, അതോടൊപ്പം തന്നെ ഓരോ പ്രോഗ്രാമിനും കുട്ടികളെ ഇതുപോലെ കണ്ടില്ലേ ഷൂട്ട് ചെയ്തിട്ടുള്ള കുറേ വിഷ്വൽസൊക്കെ കുട്ടികൾക്ക് ഇതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു ദൃശ്യ വിരുന്ന് തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ തമ്പുമോനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു എന്താണ് ഒരു വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ്. ക്യാമറയും ലൈറ്റ്സും എല്ലാം കൊടുത്തിട്ട് ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രോഗ്രാമിൻ്റെയൊക്കെ മുൻപും ഇടയ്ക്കും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ വലിയ വലിയ ഓരോ എഫേർട്ട് കൂടുതലുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നത്. പിന്നെ സോങ്ങുകളൊക്കെ പാടിയിട്ടുള്ളതൊക്കെ തന്നെയാണ്. ഇതെല്ലാം പ്ലേ ബാക്ക് സിംഗേഴ്സൊക്കെയാണ് കൂടുതലും പ്രോഗ്രാംസുകളൊക്കെ പാടുന്നത്. ഇവർ തന്നെ റെക്കോർഡ് ചെയ്തെടുക്കുന്നതൊക്കെയാണ് പ്രോഗ്രാമുകളൊക്കെ. ഇപ്പോൾ ഇത് നമ്മുടെ തമ്പുമോനാണ് കേട്ടോ. വലിയ സിനിമാ നടനെ പോലെ സിനിമാ സെറ്റപ്പിലൊക്കെ വരുന്നതൊക്കെ തമ്പുവാണ്. തമ്പുവിൻ്റെ മാത്രമല്ല അവരുടെ മറ്റ് ഓരോ കുട്ടികളുടെയും ഇതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ തമ്പുവിനെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്ത് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പേരൻസിനൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു അഭിമാനവും സന്തോഷമൊക്കെ തോന്നും. ഇനി ഇത് ഡ്രംസ് പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഡാൻസ് മാത്രമല്ല ഉള്ളത്, ഡ്രംസിൻ്റെ ചോട്ടിൽ കിടന്നുറങ്ങുന്ന ഡ്രംസ് കൊട്ടി മടുത്ത് നമ്മുടെ ചങ്കരനാണ് കേട്ടോ. ചങ്കരൻ കുറേ ഇങ്ങനെ ഓടി തുള്ളി ചാടി എല്ലായിടത്തും നടന്ന് ചങ്കരൻ മടുത്തിട്ട് ഡ്രംസിൻ്റെ റൂമിൽ വന്ന് കിടക്കുവാണ് കേട്ടോ. തൊട്ടപ്പുറം അവരെല്ലാവരും എഡിറ്റിംഗ് റൂമിലുണ്ട്. പിന്നെ ഇവിടെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്, ഡ്രസ്സ് സ്റ്റിച്ചിങ് നടക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് നമ്മുടെ എഡിറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എത്രയോ ആളുകളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേജിലൊരു പ്രോഗ്രാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ കുറേ നാളുകൾ ഇങ്ങനെ കുറേ ആളുകളുടെ പ്രവർത്തനമാണ് ഇതെല്ലാം. ഇത് വലിയ പിള്ളേരെയാണ് കേട്ടോ. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കോളേജ് സ്റ്റുഡൻസിനൊക്കെ പറ്റിയ ഈ പാട്ടിയാലി അങ്ങനെ ഏതാണ്ട് പാൻറ് പോലത്തെ സാധനമാണ്. അതിൻ്റെ കൂടെ ഏത് കളറും മാച്ചാകും.
പിന്നെ ഇതൊക്കെ നെറ്റുകൾ, തലയിലിടുന്ന സാധനങ്ങൾ, അങ്ങനെ പല പല ഐറ്റംസാണ്. ഇത് നമുക്കൊരു 180ഓളം കുട്ടികൾ സ്റ്റേജിൽ കയറുന്നുണ്ട്. അപ്പോൾ അത്രയും കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ 10, 150 കുട്ടികളുടെ ഡ്രസ്സുകൾ, കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വണ്ടിയിലുള്ള സാധനമുണ്ട് അത് തന്നെ. ഇത് സിനിമാറ്റിക് ഐറ്റംസിൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം മാറിപ്പോകാതെ കറക്റ്റ് ഓരോന്നായിട്ട് വെക്കണം. ഇനി അത് മാത്രമല്ല, ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ ഇവർക്ക് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് അടുത്തതിന് കയറണം. ഇതെല്ലാം സെറ്റ് ചെയ്ത് കറക്റ്റ് ഓർഡറിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തെ പ്രവർത്തനമാണ് ഇത് മാത്രം. അപ്പോൾ ഇത് കുഞ്ഞു പിള്ളേരുടെ ഒരു സെമി ക്ലാസിക്കൽ ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. ഈ ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പണ്ടത്തെ പട്ടുപാവാട ബണിച്ചിത്ര താഴ് മോഡലാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, സ്റ്റേജ് ഷോയ്ക്കൊക്കെ ഇതുപോലത്തെ സിമ്പിൾ പാവാട പോലെയൊക്കെയാണ് ഈ കുട്ടികളെ ഇടിപ്പിക്കാനും പെട്ടെന്ന് ഡ്രസ് ചേഞ്ചിങ്ങിനൊക്കെ നല്ല എളുപ്പമാണ്. ഇതൊക്കെ കണ്ടില്ലേ എന്തോരം സ്റ്റിച്ചിങ്ങുകളാണ്. ഇതൊക്കെ നമ്മൾ റെൻറ്റിന് എടുക്കുന്നതാണ് കൂടുതലും. കാരണം സ്വന്തമായിട്ട് തയ്പ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രാവശ്യവും ഒരേ ഇട്ടിട്ട് കയറുന്നത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇവർ മെയിനായിട്ട് കൂടുതലും പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്യുന്ന പല സ്ഥലങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് അവിടുന്ന് ഫ്രഷ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഐറ്റംസാണ് കൂടുതലും എടുക്കുന്നത്. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾ പിള്ളേർ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ വലുതായിട്ട് തോന്നും. പക്ഷേങ്കിൽ ഇതെല്ലാം ഇപ്പോൾ തന്നെ ഷെയ്പ്പ് ചെയ്ത് പക്ക പ്രോപ്പർ രീതിയിലേക്ക് വരും. ഇതൊക്കെ ക്ലാസിക്കൽ ടൈപ്പിലുള്ള ഡ്രസ്സുകളാണ്. സാധാരണ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഗ്രൂപ്പിനൊക്കെ ഇടുന്ന ടൈപ്പ് ഡ്രസ്സൊക്കെയാണ്. ഇത് സിനിമാറ്റിക്കിനെയാണ് കേട്ടോ. ഇത് നെറ്റാണ്. ഇത് നല്ല രസമുണ്ട്. നെറ്റ് ചുമ്മാ ഇതിൽ അറഞ്ഞം പുറഞ്ഞം കീറി തയ്ച്ചേക്കണാണ്. ഇപ്പോൾ ഈ ഓഫീസ് റൂമിലിരിക്കണം നമ്മുടെ തമ്പുമോനാണ് കേട്ടോ. ക്യാമറ കണ്ടോടുകൂടി തമ്പ് എഴുന്നേറ്റ് പോകും കേട്ടോ. ഇപ്പോൾ ഇവർക്കെല്ലാം ക്യാമറ അലർജിയുള്ള ആൾക്കാരാണ്. തമ്പ് ഓടുന്നുണ്ട് ഓഫീസിൽ നിന്ന്. ഇനി ഇവരൊക്കെ ആണ് പ്രോഗ്രാമിന് വരുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഇവരുടെ ഒരു സ്കൂള് കാര്യങ്ങളൊക്കെ ഇതാണ്. ഒത്തിരി പേരൻസൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ സ്റ്റേജിൽ വരുമ്പോൾ ഇതാണ് കേട്ടോ പരിപാടി. ഇപ്പം ഞാൻ 1-2 പ്രോഗ്രാംസിൻ്റെ മാത്രം മ്യൂസിക് കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഇത് ഫുൾ LED വാള, ഫുൾ ലൈറ്റ്, സൗണ്ടൊക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് തന്നെ വേണം. ഇതൊക്കെ കുഞ്ഞു പിള്ളേരാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ കാവ്യയുടെ ഡാൻസ് സ്കൂളും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് കണ്ടത്. അപ്പോൾ ഒരു ഡാൻസ് പ്രോഗ്രാംസ്, അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട്. ഓർഗന്, ഗിത്താർ, വയലിന്, ഡ്രംസ്, അങ്ങനെ ഒരു 10-30ഓളം ടീച്ചേഴ്സ് തന്നെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഒരാളല്ല, 30ഓളം ടീച്ചേഴ്സ് ഉണ്ട്. അതോടൊപ്പം കമ്മിറ്റിക്കാർ, അങ്ങനെ കുറേ ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചത് ഒരു കലാപ്രവർത്തനം അല്ലെങ്കിൽ ഒരു വിഷ്വൽ ട്രീറ്റൊക്കെ, ഇങ്ങനെ കലാ പരിശീലനങ്ങളൊക്കെ നൽകുന്ന ആളുകളുടെ ഒരു കുറച്ച് കാര്യങ്ങളാണ് കണ്ടത്. ഇതിൻ്റെയൊക്കെ പിന്നിലൊക്കെ ഒത്തിരി ആളുകളുടെ ഒത്തിരി എഫേർട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ പിള്ളേരൊക്കെ സ്റ്റേജിലൊക്കെ കയറി പെർഫോം ചെയ്യുമ്പോഴേക്കും അതിനുവേണ്ടി കുറേ ആളുകളുടെയൊക്കെ കഷ്ടപ്പാടും ത്യാഗങ്ങളും പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ കുറച്ച് ചെറിയൊരു കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു കേട്ടോ. ഞാൻ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. ഇത്രയൊക്കെ ഉണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ലൈറ്റും LED വാളും അതൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ വലിയ യൂണിറ്റ്, ട്രിവാൻഡ്രത്ത് നിന്നുള്ള LED വാളിൻ്റെ യൂണിറ്റാണ് വരുന്നത്. സ്റ്റേജിന് മാത്രം ഏതാണ്ട് 3 lakh അടുത്താണ് അതിൻ്റെ മുഴുവൻ എക്സ്പെൻസ് അപ്രോക്സിമേറ്റ്ലി ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയ ഒരു ഷോയാണ് അവർ ചെയ്തൊക്കെ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയും ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ വലിയ പിള്ളേരുടെ പ്രോഗ്രാംസ് അധികം കാണിച്ചില്ല. കുഞ്ഞു പിള്ളേരുടെ 1-2 വിഷ്വൽസ് മാത്രമേ കാണിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ഈ പ്രോഗ്രാംസിനൊക്കെ കോപ്പിറൈറ്റ് പ്രോബ്ലംസ് ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ അധികം വിഷ്വൽസ് ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ മ്യൂസിക് ഇല്ലാണ്ട് ഡാൻസ് മാത്രമായിട്ടൊക്കെ കാണുമ്പോൾ അതിനൊരു സുഖമില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം സപ്പോർട്ട് ചെയ്യാനും, പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനായിട്ട് പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ കൂടുതൽ വീഡിയോസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് മറ്റൊരു ദിവസം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.